നമസ്കാരം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ, അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറിൽ തന്നെ, പടം പൂർത്തിയായിട്ടില്ല, അതിക്ക് മുമ്പ് തന്നെ ഡീഗ്രേഡിങ്ങുമായിട്ട് ഒരു വിഭാഗം ആളുകൾ നമുക്ക് മുമ്പിൽ വരികയുണ്ടായി. പിന്നീട് ആ ആളുകളുടെ നേതൃത്വത്തിലുള്ള ഡീഗ്രേഡിങ്ങിനേക്കാൾ വലിയ കലാപരിപാടികൾ ആ സിനിമയ്ക്ക് എതിരെ സംഭവിക്കുകയുണ്ടായി. നമുക്കറിയാം, പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇത് എല്ലാം ആ സിനിമയ്ക്ക് വലിയ ഗുണമായിട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സിനിമ വിജയിക്കില്ല, പരാജയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ ആദ്യത്തെ 2 ദിവസം നടക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് അവരെ നമുക്ക് മഷിയിട്ടാൽ പോലും കാണാൻ സാധിക്കത്തില്ല. ഇടയ്ക്കൊക്കെ ചില ഈ പാൽക്കുപ്പികൾ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. തള്ളാണ് എന്ന് മാത്രം അതായത് കരഞ്ഞ് അതിന്റെ അങ്ങേത്തല എത്തി. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അവസാനത്തെ പടച്ചിൽ എന്നൊക്കെ പറയണ ഒരു തള്ളാണെന്ന് പറഞ്ഞിട്ട് 2 കരച്ചിൽ പറഞ്ഞിട്ട് പോകുന്ന ഒരു ഡയലോഗ് അല്ലാതെ വേറെ ഒരു ടീമിനെയും ഡീഗ്രേഡിങ്ങുമായിട്ട് കാണാനില്ല. ഡീഗ്രേഡിങ് ചെയ്യുന്ന ടീമുകളൊക്കെ ഇപ്പോൾ പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരുടെ ഡീഗ്രേഡിങ് യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് വലിയ ഗുണമായിട്ടാണ് വരുന്നത്. ഞാൻ ഇന്ന് കാലത്തൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ പൃഥ്വിരാജിന്റേത് എന്നുള്ളതും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമ പ്രോഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞവരോട് പറയേണ്ടത്, ആദ്യമായിട്ട് ഈ സിനിമയുടെ ഒരു മേഖലയിൽ പ്രോഫിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഓവർസീസ് റൈറ്റ്സ് പോയിരുന്നത് 30 കോടി രൂപയ്ക്കാണ്. 77 കോടി രൂപയോളം വേണ്ടി വരുമായിരുന്നു ഷെയർ ആയിട്ട് ഈ 30 കോടി തിരിച്ചു കിട്ടാനായിട്ട്. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ചിത്രത്തിന്റെ ഓവർസീസിലെ ഷെയർ മാത്രം 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഓവർസീസിൽ റൈറ്റ്സ് എടുത്തവർക്ക് ഇപ്പോൾ തന്നെ ചിത്രം 20 കോടി രൂപ പ്രോഫിറ്റ് ആയിരിക്കുന്നു. 30 കോടി മുടക്കി 50 കോടിയിലധികം ഷെയർ അടിസ്ഥാനത്തിൽ മാത്രം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ടീമുകൾ വന്നിട്ട് ചോദിക്കും, 30 കോടി മുടക്കി 50 കോടി കിട്ടിയ പ്രോഫിറ്റ് ആവുമോ എന്ന്. അവരോട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളൂ, ഇത്രയും നേരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി കേട്ടു നോക്കുക. അല്ലാതെ ഇനി അതിനു വേണ്ടി മറുപടി തരാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 20 കോടി രൂപ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവർക്ക് പ്രോഫിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ള ഗംഭീരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഓവർസീസ് ഷെയർ മാത്രം എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 68 കോടി രൂപയോളം, അതായത് $7.83 മില്യൺ ഇതിനോടകം മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. അതായത് 77 കോടിയായിരുന്നു ചിത്രത്തിന് പ്രോഫിറ്റായി വരാനായിട്ട് വേണ്ടിയിരുന്നത്. അവിടെ 68 കോടി രൂപയോളം വന്നിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമാണ്. ഏകദേശം 50 കോടിക്ക് മുകളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന് കളക്ഷനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 50 കോടി രൂപ ഷെയർ മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഗംഭീര വിജയമായിട്ട് ഇനി കേരള ബോക്സ് ഓഫീസിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര വേണം ബ്രേക്ക് ഈവൻ ആവാൻ എന്നുള്ളത് അറിയത്തില്ല. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കുള്ള റൈറ്റ്സ് പോയിരിക്കുന്നതൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. പ്രൊഡ്യൂസർക്ക് എന്തായാലും നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതേ രീതിയിലേക്കാണ് തമിഴ് സിനിമകളുടെയൊക്കെ കളക്ഷൻ പോകുന്നത്. അവിടെ അവരെ പിടിച്ചു നിൽക്കുന്നത് OTT റൈറ്റ്സിന്റെ പേരിലാണ്. അപ്പോൾ ഈ ചിത്രത്തിന് എത്ര OTT റൈറ്റ്സ് വരും എന്നുള്ളതും കൂടി ഇവിടെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. നോക്കാം എന്താണ് ചിത്രത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് എന്നറിയാനായിട്ട്. നന്ദി, നമസ്കാരം.